നിങ്ങളുടെ വീടോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ റൂഫ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കാർ പോർച്ചോ ഒരു ഗോഡൗണോ നിർമ്മിക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. റൂഫിങ്ങിനകത്ത് ഏറ്റവും ചെറുതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതിയുണ്ട്. സെൽഫ് ഡ്രില്ലിംഗ് സ്ക്രൂസ്, അല്ലെങ്കിൽ നമ്മുടെ റൂഫിംഗ് ഷീറ്റിനെയും പൈപ്പിനെയും തമ്മിൽ ഫിക്സ് ചെയ്യുന്ന ബോൾട്ടുകളാണിവ. റൂഫിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് മിക്കവാറും ചൂസ് ചെയ്യാറ്. ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ പൈപ്പ്സ് വാങ്ങും, ഏറ്റവും ബ്രാൻഡ് ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റ്സ് വാങ്ങും. എങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സ്ക്രൂ ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാരും ചിന്തിക്കാറില്ല. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നതാണ് സത്യം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ 4-5 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ബ്രാൻഡഡ് റൂഫ് വെറും 2-3 വർഷം കൊണ്ട് ചോർന്നൊലിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. മാർക്കറ്റിൽ പലതരം സ്ക്രൂസ് അവൈലബിൾ ആണ്. ആൻറ്റി കൊറോസീവ് എന്ന് അവകാശപ്പെടുന്നുണ്ട്, അലുമിനിയം കോട്ടഡ് സ്ക്രൂസ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും 90% മാർക്കറ്റിൽ കിട്ടുന്ന സ്ക്രൂകളും ക്ലാസ് 1 എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ശരിക്കും നമ്മളൊരു റൂഫ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പർപ്പസിന് ഉപയോഗിക്കേണ്ടത് ക്ലാസ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതായിരിക്കണം. ഈ ക്ലാസ് 1 സ്ക്രൂകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ സ്ക്രൂ തുരുമ്പെടുക്കും. കാരണം ഇതിന് സിംഗിൾ ലെയർ കോട്ടിങ്ങേ ഉണ്ടാവുള്ളൂ. ഈ തുരുമ്പെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ വെള്ളം പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ റൂഫ് ചോരുകയും ചെയ്യും. ഇനി ചെയ്ത റൂഫിനകത്ത് നിങ്ങളൊരു മെയിൻ്റനൻസ് ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ, നിങ്ങൾ ആദ്യം മുടക്കിയ തുകയുടെ അത്രയും തന്നെ മുടക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഭീമമായൊരു നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് റീവർക്ക് ചെയ്താൽ ഒരിക്കലും ആ പഴയ പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തുമില്ല. സ്ക്രൂവിനകത്ത് നമ്മൾ ബേസിക്കലി 2 കാര്യങ്ങളാണ്. ഒന്ന് അതിൻ്റെ ക്വാളിറ്റി, 2 ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഈ സ്ക്രൂവിൻ്റെ ക്വാളിറ്റിയാണ്. അതായത് ഈ ക്ലാസ് 3, ക്ലാസ് 1 ഇത് തമ്മിൽ എന്താണ് ബേസിക് ഡിഫറൻസ്? 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിഫറൻസ് ഉള്ളത്. 1 ഇതിൻ്റെ കോട്ടിങ്ങിൽ, 2 ഇതിൻ്റെ വാഷറിൽ, 3 ഇതിൻ്റെ ത്രെഡിങ്ങിൽ. ആദ്യം ഇതിൻ്റെ കോട്ടിങ്ങിനെ കുറിച്ച് പറയാം. ഇതാണ് ക്ലാസ് 3, ഇതാണ് ക്ലാസ് 1. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ കളറിലുള്ള ഡിഫറൻസ് തന്നെ അറിയാം. ക്ലാസ് 3 ഏകദേശം ഒരു ഗ്രേ കളറും ക്ലാസ് 1 ഒരു അലുമിനിയം കളറിലുമായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ കോട്ടിങ്ങിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഈ ക്ലാസ് 3 സ്ക്രൂവിന് 4 ലെയറാണ് കോട്ടിങ് വരുന്നത്. ഇതിനൊരു സോൾട്ട് റെസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു ആസിഡ് റെസിസ്റ്റൻ്റ് ഉണ്ട്, ഒരു റബ്ബർ കോട്ടിംഗ് ഉണ്ട്, കൂടാതെ ഒരു അലുമിനിയം സിങ്കിൻ്റെയും കൂടെ കോട്ടിംഗ് ഉണ്ടാവും. ഇത്രയും കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 20 അല്ലെങ്കിൽ 25 ഇയേഴ്സ് ഒരു കാരണവശാലും തുരുമ്പെടുക്കില്ല. ഇനി ക്ലാസ് 1 വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അലുമിനിയത്തിൻ്റെയും സിങ്കിൻ്റെയും ഒരു കോട്ടിങ്ങേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ ഇത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തത് വാഷർ. ഈ വാഷർ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ റൂഫിംഗ് ഷീറ്റിനെയും ഈ ബോൾട്ടിനെയും തമ്മിൽ ലീക്ക് പ്രൂഫായിട്ട് നിർത്തുന്നതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇതിനകത്ത് ഈ ക്ലാസ് 3 വാഷർ എന്ന് പറഞ്ഞാൽ EPDM റബ്ബർ. EPDM റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ക്വാളിറ്റി റബ്ബറാണ്. നമ്മുടെ നോർമലി ഉള്ള ചൂടോ തണുപ്പോ ഇനി മഴയോ അത് എത്ര ഹെവി ആണെങ്കിലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റബ്ബറാണ് EPDM റബ്ബർ. ഈ റബ്ബർ പൊടിയോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഇത് ലീക്ക് പ്രൂഫായിട്ട് നിൽക്കും. ഇനി ക്ലാസ് 1 സ്ക്രൂവിൽ ഉപയോഗിച്ചേക്കുന്ന വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന റബ്ബറാണ്. ഈ റബ്ബർ ഒരു നോർമലി നല്ല ചൂട് കാലക്രമേണ വന്നു കഴിയുമ്പോൾ ഇത് പതുക്കെ പൊടിയാൻ തുടങ്ങും. ഇത് പൊടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്കിങ് ഉണ്ടാവും ഇതിനിടയിൽ. അതാണ് വാഷറിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡിങ് ആണ്. ഇത് ഡബിൾ ത്രെഡഡ് സ്ക്രൂ ആണ്. ഇത് വരുമ്പോൾ സിംഗിൾ ത്രെഡിങ് ആണ്. ഡബിൾ ത്രെഡ് ആകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പിടുത്തം കൂടുതലായിരിക്കും. പൈപ്പിലേക്ക് ഷീറ്റിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യും. നല്ലൊരു മഴയോ നല്ല കാറ്റൊക്കെ വരുന്ന സമയത്ത് ഷീറ്റൊക്കെ എടുത്ത് കളയാതിരിക്കാനായിട്ട് ഈ ഡബിൾ ത്രെഡഡ് സ്ക്രൂസ് വളരെ യൂസ്ഫുള്ളാണ്. ഇനി പറയാൻ പോകുന്നത് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു സ്ക്രൂ എങ്ങനെയാണ് റൂഫിംഗ് ഷീറ്റിൽ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണ് ഈ പറയുന്നത്, ഒരു 95% ആൾക്കാരും തെറ്റായ രീതിയിലാണ് ഈ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യാറ്. അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൂഫിംഗ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഫ്ലാറ്റ് ഏരിയ ഉണ്ടാവും, പിന്നെ റിബ്ബുകൾ, അതായത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന റിബ്ബ് ഏരിയ ഉണ്ടാവും. ശരിക്കും കമ്പനീസ് അടക്കം, റൂഫിംഗ് ഷീറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് അടക്കം പറയുന്നത് ഈ ഹൈ റിബ്ബ് പൊങ്ങിയിരിക്കുന്ന പ്രതലത്തിന് മുകളിൽ ഇതുപോലെ വലിയ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ ചെറിയ സ്ക്രൂ വാങ്ങി അവിടെ അങ്ങ് ഫിക്സ് ചെയ്യും. അതിൻ്റെ ഗുണം, അവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവർക്ക് ഇത് കാലുകൊണ്ട് അല്ലെങ്കിൽ ചവിട്ടി നോക്കുമ്പോൾ തന്നെ പർലിങ് ഇതുവഴിയാണ് പോയേക്കുന്നതെന്ന് അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ സ്ക്രൂ അടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്.
പക്ഷേ ഹൈ റിബിൽ സ്ക്രൂ അടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നൂല് അല്ലെങ്കിൽ ചരട് നമ്മൾ വലിച്ച് പർലിങ് ഏതുവഴിയാണ് പോയേക്കുന്നതെന്ന് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടേ സ്ക്രൂ അടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എറർ ഉണ്ടാവും, കറക്റ്റ് പർലിങ്ങിലല്ലാതെ സ്ക്രൂ ഇറങ്ങിപ്പോവും. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാവരും ഫ്ലാറ്റ് ഏരിയയിൽ സ്ക്രൂ അടിക്കും. ഇനി ഫ്ലാറ്റ് ഏരിയയിൽ സ്ക്രൂ അടിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഫ്ലാറ്റ് ഏരിയയിൽ കൂടിയാണ് വെള്ളം ഒഴുകി വരുന്നത് മഴ പെയ്യുമ്പോൾ. അത് നല്ല ശക്തിയായ മഴകൾ വരുമ്പോഴും അല്ല ഒത്തിരി ഏരിയ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഒരുപാട് ഇതിലൂടെ ഒഴുകി വരും. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ പുറത്തൂടെ ആയിരിക്കും വെള്ളം എപ്പോഴും ഒഴുകാറ്. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ സ്ക്രൂവെ കൂടെയും വാഷറെ കൂടെയും വെള്ളം ഒഴുകി കഴിയുമ്പോൾ പതുക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പർലിങ്ങിൻ്റെ തൊട്ട് ചേർന്ന് ഇരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള ഏരിയ. അവിടെ സ്ക്രൂ ചെയ്യുമ്പം ഈ പൈപ്പിൻ്റേതടക്കമുള്ള പൊടികൾ ഇതുപോലെ സ്ക്രൂ ചെയ്യുമ്പോൾ കയറി വരും. ഈ പൊടികൾ ഈ ഷീറ്റിൻ്റെ പുറത്ത് കിടക്കും, ഇത് പോവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 1 2 മഴയോ മഞ്ഞോ കൊണ്ട് കഴിയുമ്പം ഈ പൊടി അങ്ങോട്ട് റെസ്റ്റിംഗ് ഉണ്ടാവും. ഈ റെസ്റ്റ് ചെയ്ത പൊടി അവിടെ തന്നെ കിടന്ന് പതുക്കെ ഇത് ഷീറ്റിനെ പെട്ട് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഷീറ്റും ഫുള്ള് റെസ്റ്റിംഗ് ആയി അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹൈ റിബിൽ സ്ക്രൂ ചെയ്താൽ 2 ഗുണങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, വെള്ളം ഈ ഒഴുകുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വാഷറും സ്ക്രൂവും എപ്പോഴും സേഫ് ആയിരിക്കും. 2, സ്ക്രൂ ചെയ്യുന്ന പൊടി ഒരിക്കലും ഇതുപോലെ കയറി വരില്ല, മുകളിലേക്ക് കയറി വരില്ല. കാരണം ഈ പൈപ്പിൻ്റെ അല്ലെങ്കിൽ പർലിങ്ങിൻ്റെയും ഷീറ്റിൻ്റെ ടോപ്പും തമ്മിലുള്ള ആ റിബിൻ്റെ ഗ്യാപ്പിനകത്ത് ആ പൊടി കിടന്നോളും, ഷീറ്റിൻ്റെ പുറത്തേക്ക് കയറി വരത്തില്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരിക്കലും ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിൽ നമ്മൾ സ്ക്രൂ ചെയ്യാൻ പാടില്ല. സ്ക്രൂ വലിയ സ്ക്രൂകൾ തന്നെ വാങ്ങി അതിൻ്റെ ഹൈ റിബിൽ തന്നെ സ്ക്രൂ ചെയ്യാവുള്ളൂ. അതും ക്ലാസ് 3 സ്ക്രൂ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്, നിസ്സാര കാര്യമാണ്. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വലിയൊരു ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ വേസ്റ്റായി അല്ലെങ്കിൽ പാഴായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും റൂഫ് ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാർ പോർച്ച് ആയിക്കോട്ടെ, ഗോഡൗൺ ആയിക്കോട്ടെ, വീടോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ, എനിത്തിങ്, എന്ത് ചെയ്താലും ഈ ബ്രാൻഡഡ് മെറ്റീരിയൽ, അതായത് പൈപ്പ് ഷീറ്റും ബ്രാൻഡഡ് വാങ്ങിക്കുന്ന കൂടെ തന്നെ ഈ സ്ക്രൂ ക്ലാസ് 3 തന്നെ ചോദിച്ച് വാങ്ങിക്കുക. അതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഹൈ റിബിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരിക്കലും ഫ്ലാറ്റ് ഏരിയയിൽ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂഫ് ഒരു 10-30 വർഷം സേഫായിട്ട് അവിടെ കിടക്കും. അതിനിടയിൽ ഒരു കോഫി കുടിച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ 2-3 വർഷം കഴിയുമ്പം അതിന് മേളിലോട്ട് നോക്കി ചോർച്ച കണ്ട് നമ്മൾ മനസ്സ് വേദനിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ തൽക്കാലം സൈനിങ് ഓഫ്. ഞാൻ നൈസ് ജോർജ്.